സോ നമ്മുടെ അടുത്ത പ്രോബ്ലമാണിത്. ക്വസ്റ്റ്യൻ ഇതാണ്. 2 mating gears have 20 and 40 involute teeth of module 10 mm and 20 degree pressure angle. The addendum on each wheel is to be made such a length that the line of contact on each side of the pitch point has the half the maximum possible length. Determine the addendum height of each gear wheel, length of path of contact, arc of contact and contact ratio. അപ്പോൾ ഇത്രയാണ് തന്നിരിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് ഗിവൺ ഡേറ്റാസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് എഴുതാം. സോ ഗിവൺ ഡേറ്റാസ് നമുക്കൊന്ന് എഴുതാം. 2 mating gears have 20 and 40 involute teeth. സോ ടീത്ത് കുറവുള്ളത് ചെറിയ ഗിയറാണ്. സോ അതുകൊണ്ട് അതിൻ്റെ ടീത്ത് നമ്മൾ സ്മോൾ ടി വെച്ചാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ സ്മോൾ ടി ഇസിക്കൽ 20, ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് 40 ആണ്. വലിയ ഗിയറിനാണ് നമ്പർ ഓഫ് ടീത്തുകൾ കൂടുതൽ. അതുകൊണ്ട് ക്യാപിറ്റൽ ടി ഇസിക്കൽ 40 നമ്മൾ എഴുതുന്നു. പിന്നെ ഫൈ എന്നുള്ള ആംഗിൾ 20 ഡിഗ്രി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫൈ ഇസിക്കൽ ടു 20 ഡിഗ്രി. പിന്നെ പറയുന്നത് ദ അഡണ്ടം ഓൺ ഈച്ച് വീൽ ഈസ് ടു ബി മെയ്ഡ് such a length that the line of contact on each side of the pitch has the half of the maximum possible length. ഓക്കെ, അതവിടെ നിന്നോട്ടെ, അത് നമുക്ക് പിന്നെ നോക്കാം. പിന്നെ മൊഡ്യൂൾ പറയുന്നത് 10 mm ആണ്. സോ മൊഡ്യൂൾ എം ഇസിക്കൽ ടു 10 mm. സോ ഇത്രയാണ് തന്നിരിക്കുന്ന ഗിവൺ ഡേറ്റാസ്. സോ നമുക്ക് ഏത് പ്രോബ്ലം ആണെങ്കിലും നമുക്ക് പിച്ച് സർക്കിൾ റേഡിയസും കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ അഡണ്ടം സർക്കിളിലെ റേഡിയസ് നമുക്ക് മിക്ക പ്രോബ്ലത്തിലും കണ്ടുപിടിക്കേണ്ടതുണ്ട്. സോ ഈ പ്രോബ്ലത്തിൽ നമുക്കത് ആവശ്യമായിട്ട് വരും. സോ നമുക്ക് ആദ്യം അതൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, സോ പിച്ച് സർക്കിൾ റേഡിയസ് ഓഫ് സ്മോളർ ഗിയർ. സോ പിച്ച് സർക്കിൾ റേഡിയസ് ഓഫ് പിനിയൻ R ഈസിക്കൽ ടു MT/2. സോ ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫോർമുല. സോ എമ്മിൻ്റെ വാല്യൂ 10 ആണ്. 10 ഇൻറ്റു ടിയുടെ വാല്യൂ 20 ആണ്. 20 ഡിവൈഡഡ് ബൈ 2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 100 mm. സോ ഇതാണ് പിച്ച് സർക്കിൾ റേഡിയസ് ഓഫ് പിനിയൻ. അടുത്തത് പിച്ച് സർക്കിൾ റേഡിയസ് ഓഫ് വീൽ. പിച്ച് സർക്കിൾ റേഡിയസ് ഓഫ് വീൽ എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു T/2. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു ടിയുടെ വാല്യൂ 40 ആണ്. 10 ഇൻറ്റു 40 ഡിവൈഡ് ബൈ 2. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 200 mm. സോ ഇപ്പം നമുക്ക് പിച്ച് സർക്കിൾ റേഡിയസ് ഓഫ് വീൽ കിട്ടി. ഇനി നമുക്ക് നോക്കാം. നമുക്ക് അടുത്തായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് അഡണ്ടം സർക്കിളിൻ്റെ റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് സ്മോൾ ആറെ നമുക്ക് അഡണ്ടം സർക്കിൾ റേഡിയസ് ഓഫ് പിനിയൻ ആയിട്ട് എടുക്കുന്നു. ആൻഡ് ക്യാപിറ്റൽ RA ബി ദ അഡണ്ടം സർക്കിൾ റേഡിയസ് ഓഫ് വീൽ. അഡണ്ടം സർക്കിൾ റേഡിയസ് ഓഫ് വീൽ എന്ന് നമ്മൾ എടുക്കുന്നു. ഇനി നമുക്ക് അടുത്ത കണ്ടീഷൻ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന അടുത്ത കാര്യം വായിച്ച് നോക്കാം. പിന്നെ അടുത്ത പറയുന്നത് ദ അഡണ്ടം on each wheel is to be made such a length that the line of contact on each side of the pitch point has half of the maximum possible length. So ഇവർ പറയുന്നത് ദ അഡണ്ടം ഓൺ ഈച്ച് വീൽ ഈസ് ടു ബി മെയ്ഡ് സച്ച് എ ലെങ്ത്. അഡണ്ടത്തിൻ്റെ ലെങ്തിനെ കുറിച്ചാണ് പറയുന്നത്. ഈസ് ടു ബി മെയ്ഡ് സച്ച് എ ലെങ്ത് ദാറ്റ് ദ ലൈൻ ഓഫ് കോൺടാക്ട് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ പിച്ച് പോയിൻറ്റ് ഹാസ് ഹാഫ് ഓഫ് ദ മാക്സിമം പോസിബിൾ ലെങ്ത്. അപ്പം നമുക്ക് വരുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട വേർഡെന്ന് വെച്ചാൽ the line of contact on each side of the pitch point has half of the maximum possible length. So ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട സെൻറ്റൻസ്. ലൈൻ ഓഫ് കോൺടാക്ട് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ പിച്ച് പോയിൻറ്റ് ഹാസ് ഹാഫ് ഓഫ് ദ മാക്സിമം പോസിബിൾ ലെങ്ത്. സോ എന്താണ് ഈ ലൈൻ ഓഫ് കോൺടാക്ട് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ പിച്ച് പോയിൻ്റ് എന്ന് പറയുന്നത്? ഇപ്പം നമ്മുടെ ഒരു ഫിഗർ നോക്കുവാണെങ്കിൽ, ഈ ഫിഗർ നമ്മൾ നോക്കുവാണെങ്കിൽ ലൈൻ ഓഫ് കോൺടാക്ട് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ പിച്ച് പോയിൻറ്റ് എന്ന് പറയുന്നത് ഏതാ? നമ്മുടെ പിച്ച് പോയിൻ്റ് എന്ന് വെച്ചാൽ ഈ PA എന്നുള്ളതാണ് നമ്മുടെ പിച്ച് പോയിൻ്റ്. ലൈൻ ഓഫ് കോൺടാക്ട് ഓഫ് ഈച്ച് സൈഡ് ഓഫ് ദ പിച്ച് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആംഗിൾ ഓഫ് അപ്രോച്ചും ആംഗിൾ ഓഫ് റിസസുമാണ്. എന്ന് വെച്ചാൽ ഈ K തൊട്ട് P വരെയുള്ള ഡിസ്റ്റൻസും P തൊട്ട് L വരെയുള്ള ഡിസ്റ്റൻസുമാണ് നമ്മുടെ ലൈൻ ഓഫ് കോൺടാക്ട് ഓഫ് ഈച്ച് സൈഡ് ഓഫ് ദ പിച്ച് പോയിൻ്റ്. ഓക്കെ, ലൈൻ ഓഫ് കോൺടാക്ട് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ പിച്ച് പോയിൻ്റ് എന്ന് പറയാൻ കാരണം നമ്മുടെ അഡണ്ടം സർക്കിളും നമ്മുടെ ടാൻജൻറ്റും തമ്മിൽ കോണ്ടാക്റ്റ് വരുന്ന പോയിൻ്റ്, അതാണ് ലൈൻ ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്. ദ ലൈൻ ഓഫ് കോണ്ടാക്റ്റ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ പിച്ച് പോയിൻ്റ്. നമ്മുടെ അഡണ്ടം സർക്കിളും
ഈ ടാൻജൻറ്റ് ലൈനും കൂടെ കോണ്ടാക്റ്റ് വരുന്ന പോയിൻ്റാണ് ഈ കെ. അതുപോലെ തന്നെ ഈ അഡണ്ടം സർക്കിളും നമ്മുടെ ടാൻജൻറ്റും തമ്മിൽ കോണ്ടാക്റ്റ് വരുന്ന അപ്പുറത്തെ പോയിൻ്റാണ് ഈ എൽ എന്നുള്ള പോയിൻ്റ്. സോ ലൈൻ ഓഫ് കോണ്ടാക്റ്റ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ പിച്ച് പോയിൻ്റ് എന്ന് വെച്ചാൽ ഈ കെ പിയും പി എല്ലും എന്നുള്ള ഈ ഒരു ലെങ്തിനെ പറയുന്ന പേരാണ് ലൈൻ ഓഫ് കോണ്ടാക്റ്റ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ പിച്ച് പോയിൻ്റ്. സോ ഇവിടെ പറയുന്നത് ദ ലൈൻ ഓഫ് കോണ്ടാക്റ്റ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ പിച്ച് പോയിൻ്റ്. സോ നമുക്കൊന്ന് എഴുതാം. സോ ലൈൻ ഓഫ് കോണ്ടാക്റ്റ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ പിച്ച് പോയിൻ്റ് മീൻസ് ദാറ്റ് line of contact on each side of the pitch point. So line of contact on each side of the pitch point is path of approach and path of recess. So ഈ പറയുന്നത്, so this is path of approach, and path of recess. ഈ പാത്ത് ഓഫ് അപ്രോച്ച് എന്ന് പറയുന്നത് നമുക്ക് കെ പി ആണ്. നമ്മുടെ ഫിഗറിൽ നോക്കിയാൽ ഈ കെ തൊട്ട് പി വരെയുള്ള ഡിസ്റ്റൻസാണ് പാത്ത് ഓഫ് അപ്രോച്ച്. പാത്ത് ഓഫ് റിസസ് എന്ന് വെച്ചാൽ ഈ പി തൊട്ട് എൽ വരെയുള്ള ഡിസ്റ്റൻസ്. സോ ഈ കാര്യമാണ് ഇവിടെ പറയുന്നത്. ലൈൻ ഓഫ് കോണ്ടാക്റ്റ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ പിച്ച് പോയിൻറ്റ് ഹാസ് ഹാഫ് ഓഫ് ദ മാക്സിമം പോസിബിൾ ലെങ്ത്. സോ ലൈൻ ഓഫ് കോണ്ടാക്റ്റിന് വരാൻ പറ്റുന്ന മാക്സിമം പോസിബിൾ ലെങ്ത് എത്രയാണ്? ലൈൻ ഓഫ് കോണ്ടാക്റ്റ് എന്ന് വെച്ചാൽ എന്തുവാ? കെ തൊട്ട് എൽ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ലൈൻ ഓഫ് കോണ്ടാക്റ്റ് ഓഫ് ഈച്ച് സൈഡ് ഓഫ് ദ പിച്ച് പോയിൻറ്റ് ഹാസ് ഹാഫ് ഓഫ് ദ മാക്സിമം പോസിബിൾ ലെങ്ത്. സോ ലൈൻ ഓഫ് കോണ്ടാക്റ്റ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ പിച്ച് പോയിൻറ്റ് എന്ന് പറയുന്നത് പാത്ത് ഓഫ് അപ്രോച്ചും പാത്ത് ഓഫ് റിസസും എന്ന് ഞാൻ പറഞ്ഞു. പാത്ത് ഓഫ് അപ്രോച്ച് എന്ന് വെച്ചാൽ കെ പി ആണ്. ഈ കെ പിക്ക് സാധ്യമാകുന്ന മാക്സിമം ലെങ്ത് എത്ര വരെ പോകാം? ഈ കെ പി ഇൻ്റർഫറൻസ് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് കെ പിക്ക് മാക്സിമം പോസിബിൾ ലെങ്ത് എത്ര വരെ ആകാം? കെ പി എന്നുള്ള ലെങ്ത്ത് മാക്സിമം പോസിബിൾ ലെങ്ത്ത് ഈ എം പി വരെ ആകാം. ശരിയല്ലേ? ഈ എം പിയിൽ ഈ കെ പി എന്നുള്ള ലെങ്ത്ത് മാക്സിമം നമുക്ക് ഈ എം പി വരെ ആകാം. ഈ എം പിയിൽ കൂടുതലായാൽ എന്ത് സംഭവിക്കും? അവിടെ ഇൻ്റർഫറൻസ് സംഭവിക്കും. സോ കെ പി എന്നുള്ള ലെങ്ത്ത് എന്ന് വെച്ചാൽ കെ പി എന്നുള്ള ലെങ്ത്ത് മാക്സിമം നമുക്ക് എം പി വരെ ആകാം. അതാണ് കെ പിക്ക് നമുക്ക് സാധ്യമാകുന്ന കെ പി എന്നുള്ള ലെങ്ത്ത് മാക്സിമം നമുക്ക് എം പി വരെ ആകാം. അതുപോലെ തന്നെ ഈ പി എൽ എന്നുള്ള ലെങ്ത്ത് മാക്സിമം നമുക്ക് പി എൻ വരെ ആകാം. അല്ലേ? സോ അതാണ് ആ ഒരു പോയിൻ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ദ ലൈൻ ഓഫ് കോണ്ടാക്റ്റ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ പിച്ച് പോയിൻറ്റ് ഹാസ് ഹാഫ് ഓഫ് ദ മാക്സിമം പോയിൻറ്റ് ലെങ്ത്ത് എന്ന് വെച്ചാൽ ഈ കെ പിയുടെ വാല്യൂ നമുക്ക് ഹാഫ് ഓഫ് ദ മാക്സിമം പോസിബിൾ ലെങ്ത്ത്. കെ പിയുടെ വാല്യൂ നമുക്ക് മാക്സിമം പോസിബിൾ ലെങ്ത്ത് പി എം വരെ ആകാം. അല്ലേ? കെ പി എന്നുള്ള വാല്യൂ നമുക്ക് മാക്സിമം പി എം വരെ ആകാം. ഇവർ പറയുന്ന ഇതാണ്, കെ പി എന്നുള്ള വാല്യൂ നമുക്ക് ഹാഫ് ഓഫ് ദ മാക്സിമം പോസിബിൾ ലെങ്ത് ആണ്. എന്ന് വെച്ചാൽ കെ പി എന്നുള്ള വാല്യൂ ഹാഫ് ഓഫ് പി എം ആണ്. അതുപോലെ തന്നെ പി എൽ എന്നുള്ള വാല്യൂ, പി എല്ലിൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്? പി എല്ലിന് മാക്സിമം പി എൻ വരെ ആകാം. അപ്പോൾ പി എല്ലിൻ്റെ വാല്യൂ ഹാഫ് ഓഫ് മാക്സിമം പോസിബിൾ ലെങ്ത്, ഹാഫ് ഓഫ് പി എൻ വരെ ആകാം. അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. പി എൽ എന്നുള്ള വാല്യൂ നമുക്ക് പി എന്നിൻ്റെ ഹാഫ് വരെയുള്ള ലെങ്ത് ആകാം. അതാണ് ഇവിടെ പറയുന്നത്. പി എന്നിൽ കൂടുതലായാൽ എന്ത് സംഭവിക്കും? ഈ പി എല്ലിൻ്റെ വാല്യൂ നമുക്ക് മാക്സിമം പി എൻ വരെ ആകാൻ പാടുള്ളൂ. പി എന്നിൽ കൂടുതലായാൽ അവിടെ ഇൻ്റർഫറൻസ് സംഭവിക്കും. സോ പി എൽ എന്നുള്ള വാല്യൂ ഹാഫ് ഓഫ് പി എൻ വരെ ആകാം. ഓക്കെ. സോ ഈ ഒരു റിലേഷൻ ഉപയോഗിച്ചാണ് നമ്മളിനി അഡണ്ടം സർക്കിളിൻ്റെ ലെങ്ത്ത് നമ്മൾ കണ്ടെത്തേണ്ടത്. സോ കെ പിയുടെ ഫോർമുല നമുക്കറിയാം. കെ പി എന്ന് വെച്ചാൽ പാത്ത് ഓഫ് അപ്രോച്ച് ആണ്. പാത്ത് ഓഫ് അപ്രോച്ച് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, സോ കെ പി ഈസിക്കൽ ടു path of approach. Kp is equal to path of approach. Kp is equal to path of approach. So that is equal to root of Ra the whole square minus R square cos square phi minus R sin phi. So that is equal to Kp is equal to എത്രയാണ് പറയുന്നത്? Kp is equal to half of pm ആണ് പറയുന്നത്. കെ പി ഇസിക്കൽ ടു ഹാഫ് ഓഫ് പി എം. ഈ പി എമ്മിന് നമ്മളൊരു എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചായിരുന്നു. നമ്മൾ ആ ഇൻ്റർഫറൻസ് പഠിച്ചപ്പോൾ നമ്മൾ പി എമ്മിന് ഒരു എക്സ്പ്രഷൻ പഠിച്ചായിരുന്നു. ഞാൻ ആ ഡെറിവേഷൻ ഒന്ന് എടുക്കാം. പി എമ്മിൻ്റെ എക്സ്പ്രഷൻ, പി എം എന്നുള്ള ആ ഒരു വാല്യൂ നമുക്ക് ഡെറിവേഷനകത്ത് കണ്ടോ. പി എം ഇസിക്കൽ ടു ആർ സൈൻ ഫൈ എന്നൊരു ടേം നമ്മൾ പഠിച്ചായിരുന്നു. കണ്ടോ ഈ ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. സോ പി എം ഇസിക്കൽ ടു half sin pi. So Pm is equal to half of ആ കണ്ട എക്സ്പ്രഷൻ നമുക്ക് എഴുതാം. ഹാഫ് ഓഫ്
സൈൻ എം പി എന്നുള്ളത് ആർ സൈൻ ഫൈ ആണ് നമ്മുടെ എക്സ്പ്രഷൻ. സോ നമുക്കിവിടെ ഹാഫ് ഓഫ് എം പി എന്നുള്ളത് ആർ സൈൻ ഫൈ ആണ്. സോ എം പി എന്ന് വെച്ചാൽ ഹാഫ് ഓഫ് ആർ സൈൻ ഫൈ. സോ ഈ രീതിയിൽ നമുക്ക് എക്സ്പ്രഷൻ കിട്ടുന്നു. സോ ഇതിൽ നിന്ന് നമ്മളിനി ആറയുടെ വാല്യൂ കണ്ടെത്തണം. നമുക്ക് അൺനോൺ ആയിട്ടുള്ള ടേം ആറേ മാത്രമേ ഉള്ളൂ. ആറിൻ്റെ വാല്യൂ നമുക്കറിയാം, ഫൈയുടെ വാല്യൂ അറിയാം, ഈ ആറിൻ്റെ വാല്യൂ അറിയാം, ഫൈ അറിയാം, ഈ സ്മോൾ ആറിൻ്റെ വാല്യൂ അറിയാം, ഫൈ അറിയാം. സോ നമുക്ക് അൺനോൺ ആയിട്ടുള്ള ടേം ഈ ആറേ മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ഇത് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് ഈ ആറയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. സോ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ വാല്യൂസൊക്കെ ഇക്വേറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. ഇതിൽ നിന്ന് നമ്മൾ ഫൈനലി ആറെ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നമുക്ക് ആറ് എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടുന്നത് 206.5 mm എന്നുള്ള ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് ആറയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് അഡണ്ടം സർക്കിളിലെ റേഡിയസ് ആർ ഇസിക്കൽ 206.5 mm കിട്ടുന്നു. അതിൽ നിന്ന് നമുക്ക് അഡണ്ടത്തിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. സോ അഡണ്ടം വിൽ ബി ഈക്വൽ ടു ആർ എ മൈനസ് ആർ. അഡണ്ടം സർക്കിളിലെ റേഡിയസ് മൈനസ് പിച്ച് സർക്കിളിൻ്റെ റേഡിയസ്. അപ്പോൾ നമുക്ക് ആർ എ മൈനസ് ആർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അഡണ്ടത്തിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നു. സോ അഡണ്ടത്തിൻ്റെ ആർ എയുടെ വാല്യൂ 206.5 മൈനസ് ആർ എന്നുള്ള വാല്യൂ 200 ആണ്. സോ വി വിൽ ബി ഗെറ്റിംഗ് 6.5 mm എന്നുള്ളൊരു വാല്യൂ നമുക്ക് കിട്ടുന്നു. സോ ദിസ് ഈസ് അഡണ്ടം. ഇനി അടുത്ത കണ്ടീഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു. പി എൽ ഇസിക്കൽ ഹാഫ് ഓഫ് പി എൻ എന്ന് നമുക്കറിയാം. സോ വി ക്യാൻ യൂസ് പി എൽ ഇസിക്കൽ ടു ഹാഫ് ഓഫ് പി എൻ. സോ പി എൽ എന്നുള്ള ടേമിന് നമുക്ക് ആ ഡെറിവേഷൻ്റെ സമയത്ത് നമ്മൾ ഓൾറെഡി ഒരു ഫോർമുല നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പി എല്ലിന് നമ്മളൊരു ഫോർമുല, നമ്മളൊരു എക്സ്പ്രഷൻ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഡെറിവേഷൻ പാർട്ടിനകത്ത് നമ്മളത് എഴുതിയതാണ്. സോ പി എൽ അല്ല, പി എൻ ആണ്. പി എൻ ഇസിക്കൽ ടു ആർ സൈൻ ഫൈ എന്നൊരു എക്സ്പ്രഷൻ നമുക്കറിയാം. കണ്ടോ, ഇവിടെ നമ്മൾ ഡെറിവേഷന് നമ്മൾ യൂസ് ചെയ്ത ഒരു എക്സ്പ്രഷനാണ് പി എൻ ഇസിക്കൽ ടു ആർ സൈൻ ഫൈ. ആ ഒരു എക്സ്പ്രഷൻ നമുക്ക് യൂസ് ചെയ്യാം. സോ പി എൽ ഇസിക്കൽ ടു, സോ വി ക്യാൻ റൈറ്റ് പി എൽ ഇസിക്കൽ ടു ഹാഫ് ഓഫ് ആർ സൈൻ ഫൈ എന്ന് നമുക്ക് കിട്ടും. സോ ഈ പി എല്ലിൻ്റെ ഫോർമുല നമുക്കറിയാം. പി എൽ എന്ന് വെച്ചാൽ പാത്ത് ഓഫ് റീസസ് ആണ്. പാത്ത് ഓഫ് റീസസിൻ്റെ ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ആർ എ ദ ഹോൾ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ കോസ് സ്ക്വയർ ഫൈ ദ ഹോൾ റൂട്ട് മൈനസ് ആർ സൈൻ ഫൈ. അതാണ് പി എല്ലിൻ്റെ ഫോർമുല. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഹാഫ് ഓഫ് ആർ സൈൻ ഫൈ എന്ന് നമുക്ക് കിട്ടുന്നു. സോ ഇതിൽ നമുക്ക് ഈ ഫോർമുലയിൽ നമുക്ക് അറിയാൻ മേലാത്ത ടേം എന്ന് പറയുന്നത് ആറയുടെ വാല്യൂ നമുക്കറിയത്തില്ല, സ്മോൾ ആറയുടെ വാല്യൂ അറിയത്തില്ല. ആറിൻ്റെ വാല്യൂ നമുക്കറിയാം, ഫൈയുടെ വാല്യൂ അറിയാം, ഈ ആറിൻ്റെ വാല്യൂ നമുക്കറിയാം, ഈ ഫൈയുടെ വാല്യൂ നമുക്കറിയാം. സോ നമ്മൾ ഇതിനകത്ത് നോൺ വാല്യൂസ് എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി വിൽ ബി ഗെറ്റിംഗ് ആർ എ ദ ഹോൾ സ്ക്വയർ മൈനസ് ഈ ആറിൻ്റെ വാല്യൂ നമുക്ക് 100 ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. ആറിൻ്റെ വാല്യൂ 100 ആണ്. 100 സ്ക്വയർ കോസ് സ്ക്വയർ ഫൈയുടെ വാല്യൂ 20. സോ കോസ് സ്ക്വയർ 20 മൈനസ് ആർ സൈൻ ഫൈ. ആർ 100 ആണ്. 100 ഓഫ് സൈൻ 20 ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഹാഫ് ഓഫ് ആർ. ഹാഫ് ഓഫ് ആർ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ആർ ക്യാപിറ്റൽ ആറിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്നതെന്ന് ജസ്റ്റ് നോക്കാം. ക്യാപിറ്റൽ ആറിൻ്റെ വാല്യൂ 200 ആണ്. ഹാഫ് ഓഫ് 200 സൈൻ 20. ഓക്കെ, സോ ഇതിൽ നിന്ന് നമ്മൾ ഇനിയിപ്പം ഈ സ്മോൾ ആറയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ സ്മോൾ ആറയുടെ വാല്യൂ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 116.2 mm ആണ് നമുക്ക് കിട്ടുന്നത്. അതിൽ നിന്ന് നമുക്ക് അഡണ്ടം നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. ഈ അഡണ്ടം എന്ന് പറയുന്നത് ഗിയറിൻ്റെ അഡണ്ടമാണ്. എന്ന് വെച്ചാൽ ലാർജർ ആയിട്ടുള്ള നമുക്ക് 2 ഗിയറുണ്ട്, പിനിയനും ഉണ്ട്, ഗിയറും ഉണ്ട്. അപ്പോൾ അതിനകത്ത് ആ ലാർജർ ആയിട്ടുള്ള ഗിയറിൻ്റെ അഡണ്ടമാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് സ്മോളർ ആയിട്ടുള്ള ഗിയറിൻ്റെ അഡണ്ടം കണ്ടുപിടിക്കണം. സോ അഡണ്ടം ഓഫ് സ്മോളർ ഗിയർ ഓർ പിനിയൻ എന്ന് പറയുന്നത്
ആറ് മൈനസ് ആറിൻ്റെ വാല്യൂ. സോ ആറയുടെ വാല്യൂ 116.2 ആണ്, ആറിൻ്റെ വാല്യൂ 100 ആണ്. സോ അഡണ്ടം ഓഫ് ദ സ്മോളർ ഗിയർ എന്ന് പറയുന്നത് നമുക്ക് 16.2 mm ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഈ രീതിയിലാണ് നമ്മൾ സ്മോളർ ഗിയറിൻ്റെ അഡണ്ടത്തിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കണ്ടെത്തേണ്ടത് ഡിറ്റർമിൻ ദ അഡണ്ടം ഹൈറ്റ് ഓഫ് ഈച്ച് ഓഫ് ദ ഗിയർ വീൽ. അത് നമുക്കിപ്പോൾ കിട്ടി, രണ്ട് ഗിയറിൻ്റെയും അഡണ്ടത്തിൻ്റെ ഹൈറ്റ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട്, ആർക്ക് ഓഫ് കോണ്ടാക്ട് ആൻഡ് കോണ്ടാക്ട് റേഷ്യോ. അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ നമുക്കൊന്ന് എഴുതാം. ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട്. ഇപ്പോൾ നമ്മുടെ ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് കെ പി പ്ലസ് പി എല്ലിൻ്റെ വാല്യൂ ആണ്. സോ ഈ കെ പി എന്നുള്ള വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. കെ പി എന്ന് വെച്ചാൽ ഹാഫ് ഓഫ് പി എം എന്നറിയാം. പി എൽ എന്നുള്ള വാല്യൂ ഹാഫ് ഓഫ് പി എൻ എന്നാണെന്ന് നമുക്കറിയാം. സോ അത് നമുക്കൊന്ന് എഴുതാം. സോ കെ പി ഇസിക്കൽ ടു ഹാഫ് ഓഫ് പി എം. പി എൽ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് പി എൻ ആണ്. ഓക്കെ, സോ ഈ ഹാഫ് നമുക്ക് കോമൺ എഴുതാം. ഹാഫ് ഇൻറ്റു പി എം പ്ലസ് പി എൻ എന്ന് നമുക്ക് കിട്ടും. ഈ പി എമ്മിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. പി എമ്മിന് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തായിരുന്നു അല്ലേ. പി എം ഇസിക്കൽ ടു കണ്ടോ ആർ സൈൻ ഫൈ ആണെന്ന് നമുക്കറിയാം. സോ പി എമ്മിന് വരെ നമുക്ക് ആർ സൈൻ ഫൈ എന്ന് എഴുതാം. സോ ഹാഫ് ഇൻറ്റു സ്മോൾ ആർ സൈൻ ഫൈ പ്ലസ് പി എൻ. ഈ പി എൻ എന്നുള്ളതിന് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഓൾറെഡി കൊടുത്തായിരുന്നു. ഈ പി എൻ എന്നുള്ളത് നമ്മൾ ആ ഡെറിവേഷൻ പാർട്ടിൽ നോക്കിയാൽ മതി. ഈ പി എൻ എന്നുള്ളത് ആർ സൈൻ ഫൈ ക്യാപിറ്റൽ ആർ സൈൻ ഫൈ ആ വാല്യൂ നമുക്ക് കൊടുക്കാം. ഓക്കെ, ആ വാല്യൂ കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ കിട്ടുന്നു. പി എൻ എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടുന്നത് ആർ സൈൻ ഫൈ ആണ്. സോ ആർ സൈൻ ഫൈ കിട്ടുന്നു. സോ ഇതിൽ നിന്ന് നമ്മൾ ഹാഫ് സൈൻ ഫൈ കോമൺ എടുക്കുന്നു. ഹാഫ് സൈൻ ഫൈ കോമൺ എടുത്താൽ നമുക്ക് കിട്ടുന്നത് ആർ പ്ലസ് ആർ കിട്ടുന്നു. സോ അത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഹാഫ് ഇൻറ്റു സൈൻ ഓഫ് 20 ഇൻറ്റു ആർ പ്ലസ് ആർ. ആറിൻ്റെ വാല്യൂ നമുക്ക് 100 ആണ്, ക്യാപിറ്റൽ ആറിൻ്റെ വാല്യൂ 200 ആണ്. സോ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 51.3 mm ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇതാണ് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്റ്റിൻ്റെ ഇക്വേഷൻ. ഇനി ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്റ്റും കോണ്ടാക്ട് റേഷ്യോ നമുക്കൊന്ന് കണ്ടെത്താം. ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്റ്റ് ഡിവൈഡഡ് ബൈ കോസ് ഫൈ ആണ്. നമുക്ക് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്റ്റ് ഓൾറെഡി കിട്ടിയതേ ഉള്ളൂ. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 51.3 ആണ്. സോ 51.3 ഡിവൈഡഡ് ബൈ കോസ് ഓഫ് 20. സോ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 54.6 mm എന്ന് നമുക്ക് കിട്ടുന്നു. സോ ഇതാണ് ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്റ്റ്. ഇനി അടുത്തതായിട്ട് കോണ്ടാക്ട് റേഷ്യോ കണ്ടെത്തണം. സോ കോണ്ടാക്ട് റേഷ്യോയുടെ ഫോർമുല എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് ഡിവൈഡഡ് ബൈ സർക്കുലർ പിച്ച്. അതാണ് കോണ്ടാക്ട് റേഷ്യോ. നമുക്കൊന്ന് എഴുതാം. അപ്പോൾ കോണ്ടാക്ട് റേഷ്യോ ഈസ് ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് ഡിവൈഡഡ് ബൈ സർക്കുലർ പിച്ച്. ദാറ്റ് ഈസ് ഇക്വൽ ടു ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് 54.6 ആണ്. സർക്കുലർ പിച്ചിൻ്റെ വാല്യൂ പൈ ഇൻറ്റു എം ആണ് ഫോർമുല. സോ പൈ ഇൻറ്റു 10 വരും. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1.74 ആണ്. അതിനെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 2 ആയിട്ട് എടുക്കാം. സോ ദിസ് ഈസ് ദ കോണ്ടാക്ട് റേഷ്യോ. സോ ഇത്രയാണ് നമ്മുടെ പ്രോബ്ലത്തിൽ ചോദിച്ചിരിക്കുന്നത്. സോ ഇത്രയും ചെയ്താലാണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു.